ഏപ്രിൽ 10-ാം തീയതി തിയേറ്ററിൽ എത്തുന്ന മമ്മൂക്ക മൂവിയാണ് ബസുക. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു. നേരത്തെ തന്നെ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞതാണ്, കേരളത്തിൽ ഈ ഒരു സിനിമ ആദ്യ ദിവസം 350ഓളം സ്ക്രീനിലാണ് എത്താൻ പോകുന്നത് എന്നുള്ളത്. ക്ലാസ് റിലീസായിട്ട് വേറെയും ഒട്ടനവധി സിനിമകൾ ആ ഒരു ഡേറ്റിലുണ്ടെങ്കിലും ബസുക എന്ന ചിത്രത്തിന്റെ റിലീസിന്റെ കാര്യത്തിൽ യാതൊരുവിധ സ്ക്രീൻ മാറ്റവും ഇല്ല. 350ഓളം സ്ക്രീനിൽ തന്നെ ബസുക തിയേറ്ററിലെത്തും. ചിത്രത്തിന്റെ ഓവർസീസിലും മികച്ച റിലീസ് സാധ്യമാക്കാനുള്ള ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിന്റെ ചരടുവലികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ മുന്നേ മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ ഓവർസീസിൽ റിലീസായ മൂവിയായിരുന്നു ടർബോ എന്ന് പറയുന്ന ചിത്രം. 73ഓളം രാജ്യങ്ങളിലായിരുന്നു ചിത്രം എത്തിയത്. എന്നാൽ അതിന്റെയൊക്കെ എത്രയോ മുകളിലേക്ക്, മാക്സിമം രാജ്യങ്ങളിലേക്ക് ബസുക എന്ന ചിത്രത്തെ എത്തിക്കാനാണ് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിന്റെ നീക്കം. സിനിമ തിയേറ്ററിലെത്താൻ ഇനിയും 2 മാസങ്ങൾ ബാക്കി നിൽക്കെ സിനിമയുടെ ഓഫ്ലൈൻ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. തിയേറ്ററിൽ ചിത്രത്തിന്റെ സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം എത്തിയിട്ട് ആഴ്ചകളോളമായി. ഈ അടുത്ത കാലത്തൊന്നും ഒരു മമ്മൂക്ക ചിത്രത്തിന് ഇതുപോലുള്ള പ്രമോഷനും ഇതുപോലുള്ള റിലീസ് പ്ലാനിങ്ങും നടന്നിട്ടില്ല. ഏപ്രിൽ മാസം വെക്കേഷൻ ടൈമിൽ വിഷു റിലീസായിട്ട് തിയേറ്ററിലെത്തുന്ന ബസുക എന്ന ചിത്രത്തിന് വേറെയും അഡ്വാൻറ്റേജുകളുണ്ട്. അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏപ്രിൽ 10-ാം തീയതി റിലീസ്, ഏപ്രിൽ 12-ാം തീയതി 2-ാം ശനിയാഴ്ച, ഏപ്രിൽ 13 സൺഡേ, ഏപ്രിൽ 14 വിഷു, ഏപ്രിൽ 17 പെസവ വ്യാഴം, ഏപ്രിൽ 18 ദുഃഖവെള്ളി, ഏപ്രിൽ 19 ശനിയാഴ്ച, ഏപ്രിൽ 20 സൺഡേ ഈസ്റ്റർ. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഫെസ്റ്റിവൽ ടൈമിന് ബസുക എന്ന ചിത്രത്തിന് മികച്ച റിലീസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള പ്രമോഷനും ഈ ഒരു ചിത്രത്തിന് നിർമ്മാതാക്കൾ കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. മമ്മൂക്ക, ജിതിൻ കെ ജോസ് വിഷു റിലീസായിട്ട് മാറ്റിയതിന് ശേഷമാണ് ബസുക എന്ന ചിത്രം ആ ഒരു ഡേറ്റിലേക്ക് ലോക്ക് ചെയ്തത്. ഓൾറെഡി നല്ലൊരു ഹൈപ്പിലേക്ക് ബസുക എന്ന് പറയുന്ന ചിത്രം എത്തിയിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്, എല്ലാം സെറ്റാണ്. ഇനി സിനിമ റിലീസായിട്ട് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് മാത്രം മതി. മമ്മൂക്ക എന്ന താരത്തിന്റെ ബോക്സ് ഓഫീസ് പവർ എന്താണെന്ന് അറിയാൻ ആ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ പല കളക്ഷൻ റെക്കോർഡുകളുടെ പേരിലും മമ്മൂക്ക എന്ന താരത്തെ പലരും കളിയാക്കുന്നത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. കലാമൂല്യമുള്ള സിനിമകൾ ചെയ്യുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം കുറച്ച് നാൾ. എന്നാൽ മമ്മൂക്ക എന്ന താരത്തിന്റെ ബോക്സ് ഓഫീസ് പവർ എന്താണെന്ന് ഈ ഒരു ചിത്രം പോസിറ്റീവ് ആണെങ്കിൽ കാണിച്ചു തന്നിരിക്കും.